മർത്തോമ സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മുടെ നോയമ്പ് ആരംഭിക്കും. ശുഭ്കോനോ ശുശ്രൂഷയാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ക്രമം. ശുഭ്കോനോ സുരാനി വാക്കാണ്, നിരപ്പ് എന്നാണ് അർത്ഥം. നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ സഭ ഒന്നടങ്കം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. ദേവാലയത്തിൽ വെച്ചോ ഭവനത്തിൽ വെച്ചോ വൈദികരും വിശ്വാസി സമൂഹം ഒരുമിച്ച് കൂടി ഈ നിരപ്പിന്റെ ശുശ്രൂഷയിലൂടെ നോമ്പിലേക്ക് പ്രവേശിക്കും. മർത്തോമ സഭ പ്രസിദ്ധിച്ചിരിക്കുന്ന മൂറോണ പെരുന്നാൾ ശുശ്രൂഷ ക്രമത്തിൽ ഈ നിരപ്പിന്റെ ക്രമം വളരെ കാര്യഗൗരവമായി ചേർക്കപ്പെട്ടിരിക്കുകയും അത് എല്ലാ വർഷവും നോയമ്പിന് മുന്നോടിയായി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട്. തമ്മിൽ രമ്യപ്പെട്ട സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അനുഭവത്തിലൂടെ വേണം നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുക. ആരോടെങ്കിലും കോപമോ പ്രതികാരമോ ഉദ്ദേശമോ പിണക്കമോ ഉണ്ടെങ്കിൽ അത് ഈ നിരപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് കർത്താവിൻ്റെ കുരിശിൻ്റെ സ്നേഹത്തിലേക്കും കൂട്ടായ്മയിലേക്കും പ്രവേശിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള നിരപ്പിൻ്റെ ജീവിതം ഈ നോമ്പുകാലം മുഴുവനും മുഴുനീളം അനുഭവിക്കണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരങ്ങളിലോ തിങ്കളാഴ്ച പ്രഭാതത്തിലോ ഈ ശുശ്രൂഷ നിർവഹിച്ചിട്ടാണ് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. കർത്താവ് തമ്പുരാൻ കുരിശിലൂടെ മനുഷ്യരാശിയെ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ നോമ്പിന്റെ മുന്നോടിയായി ഈ നിരപ്പിലൂടെ നമ്മളും കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക്, കർത്താവ് നമ്മൾ പഠിപ്പിച്ചതായ ആ മാതൃകയിലൂടെ തമ്മിൽ സാഹോദര്യത്തിലും സ്നേഹത്തിലും പ്രവേശിക്കുന്നതൊക്കെയാണ് സാധ്യമാകുന്നതായ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഈ ശുശ്രൂഷയിലൂടെ ലഭ്യമാകുന്നത്. അതിന് നമുക്ക് ഒരുക്കത്തോടും പ്രാർത്ഥനയിലും നമുക്കിന്ന് ഇതിൽ പങ്കെടുക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.